മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളാണ് ഇന്ന് വരെ കാസർഗോഡ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇന്ത്യയിൽ തന്നെ BJP ഒന്നുമല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ കാസർഗോഡ് മഞ്ചേശ്വരത്തും BJP രണ്ടാം സ്ഥാനത്ത് തുടർച്ചയായിട്ട് എത്തിക്കൊണ്ടിരിക്കുക. അതായത് തീർത്തും CPM അപ്രസക്തമായ കേരളത്തിലെ ഏക മണ്ഡലം എന്ന് പറയുന്ന ഒരു മണ്ഡലമാണ് കാസർഗോഡ് മണ്ഡലം. സാക്ഷാൽ K. സുരേന്ദ്രൻ വന്നാൽ നല്ല ഫൈറ്റോടെ നടക്കാം. അതല്ല, വേറെ സ്ഥാനാർത്ഥിയാണെങ്കിൽ അഷ്റഫ് അവിടെ ഈസി ആയിട്ട് ജയിച്ചു പോരും എന്നുള്ളതാണ് അവിടുത്തെ ഒരു സ്ഥിതി. കാസർഗോഡ് ലീഗ് തലനിർത്തും എന്നുള്ളിടത്താണ് അവിടുത്തെ ഒരു സ്ഥിതി. രാജ്ഭായ് നമസ്കാരം. നമസ്കാരം രാജ്ഭായ്, നമ്മൾ അവസാന ജില്ലയെ കാസർഗോഡിലേക്ക് കടക്കുകയാണ്. ഈ കാസർഗോഡ് ജില്ലയിലേക്ക് കടക്കുമ്പോഴത്തേക്ക് കാസർഗോഡ് ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു ജില്ല കൂടിയാണ് കാസർഗോഡ് എന്ന് പറയുന്നത്. 5 നിയോജക മണ്ഡലങ്ങളാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. അവിടെ BJPക്കും ശ്രദ്ധേയമായ സാന്നിധ്യമുള്ളൊരു സ്ഥലമാണ്, മുസ്ലിം ലീഗിന് സാന്നിധ്യമുള്ള സ്ഥലമാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസും CPMഉം ഒക്കെ CPIക്കും ഒക്കെ സീറ്റുള്ള ഒരു സ്ഥലമാണ് കാസർഗോഡ് ജില്ല എന്ന് പറയുന്നത്. 2026 കാസർഗോഡ് ജില്ലയുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? കോൺഗ്രസിന് സീറ്റില്ലാത്ത മണ്ഡലമാണ് കാസർഗോഡ് ജില്ല. അത് എടുത്ത് നല്ല സാന്നിധ്യമാണ്, അവർക്ക് സീറ്റില്ല. നിലവിൽ 2 CPMഉം 1 CPIയും 2 മുസ്ലിം ലീഗുമാണുള്ളത്. പക്ഷേ സിബി പറഞ്ഞ പോലെ കേരളത്തിൽ BJPക്ക് ഏറ്റവും സാധ്യതകൾ കൽപ്പിക്കപ്പെട്ട ഒരു ജില്ല കൂടിയാണ് കാസർഗോഡ് ജില്ല. പ്രത്യേകിച്ചും കാസർഗോഡ് മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലങ്ങളും. സപ്തഭാഷാ സംഗമ ഭൂമി എന്നാണ് കാസർഗോഡ് അറിയപ്പെടുന്നത്. കാസർഗോഡിലുള്ള ആളുകളിൽ ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ എറണാകുളത്തുണ്ടോ എറണാകുളത്ത് പോകുന്നു, അല്ലെങ്കിൽ കൊല്ലം തൊട്ട് അങ്ങോട്ട് കൊല്ലം പത്തനംതിട്ടയുള്ള എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് പോകുന്നു, മലപ്പുറത്തോ വയനാടോ ഉള്ളൊരു കോഴിക്കോട് പോകുന്നു എന്ന് പറഞ്ഞ പോലെ കാസർഗോഡ് ജില്ലക്കാർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വന്ന അവർ നേരെ മംഗളൂരിലേക്കാണ്. അവരുടെ ഇപ്പം ചികിത്സയ്ക്കാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾക്കാണെങ്കിലും ഒക്കെ അവർ കർണാടകയെ ആശ്രയിച്ച് നിൽക്കുന്നത്. സപ്തഭാഷാ സംഗമ ഭൂമി എന്ന് പറയുമ്പം മലയാളം, കൊങ്ങിണി, തുളു, അവരുടെ പ്രാദേശിക ഭാഷയായിട്ടുള്ള പ്യാരി, മറാത്തി, അതേപോലെ തന്നെ ഉറുദു തുടങ്ങിയിട്ടുള്ള ഭാഷകളെല്ലാം സംസാരിക്കുന്ന ആളുകളുണ്ട്. കാസർഗോഡ് മണ്ഡലം എന്ന് പറയുമ്പോൾ 1957 രൂപീകൃതമായിട്ടുള്ള മണ്ഡലമാണ്. ഐക്യ കേരളത്തിൻ്റെ രൂപീകരണത്തോടു കൂടി തന്നെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെയുണ്ട്. അന്ന് അവിടെ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരാണ് വിജയിക്കുന്നത്. 60-ലും കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു. 65-ലും 67-ലും 70-ലും അവിടെ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. പക്ഷേ അതിനുശേഷം ആ സീറ്റ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളാണ് ഇന്ന് വരെ കാസർഗോഡ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് 72-ൽ അവിടെ മുസ്ലിം ലീഗ് വിജയിക്കുന്നു. 2021 വരെയുള്ള നീണ്ട ഏകദേശം 48 വർഷക്കാലത്തിനിടയിൽ അവിടെ നിന്ന്, അതായത് അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 49 വർഷക്കാലം ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് 12 തെരഞ്ഞെടുപ്പുകളിലായിട്ട് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളാണ്. അതിൽ തന്നെ CT അഹമ്മദിലിയാണ് ഏറ്റവും കൂടുതൽ അവിടെ നിന്ന് മുൻമന്ത്രി അവിടെ നിന്ന് വിജയിച്ചിട്ടുള്ളത്. അദ്ദേഹം 80 തൊട്ട് 2006 വരെ 26 വർഷക്കാലം അവിടെ നിന്നുള്ള MLA ആയിരുന്നു. അദ്ദേഹം 7 തവണ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്, 1 തവണ മന്ത്രിയായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ NA നെല്ലിക്കുന്നാണ് അവിടുത്തെ സിറ്റിംഗ് MLA. അദ്ദേഹം 3 ടൈം എന്നുള്ളത് നിർബന്ധമാക്കുകയാണെങ്കിൽ PK ഷംസുദ്ദീനെ പോലെ, ഉബൈദുള്ളയെ പോലെ ഒക്കെ മാറ്റി നിർത്താൻ സാധ്യതയുള്ള ഒരാളാണ് NA നെല്ലിക്കുന്ന്. അങ്ങനെ വരികയാണെങ്കിൽ ആ സീറ്റിലേക്ക് ആര് വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പെട്ടെന്ന് ആ മണ്ഡലത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ തന്നെ BJP ഒന്നുമല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ കാസർഗോഡ് മഞ്ചേശ്വരത്തും BJP രണ്ടാം സ്ഥാനത്ത് തുടർച്ചയായിട്ട് എത്തിക്കൊണ്ടിരിക്കുക. 82 തൊട്ട് ഉള്ള തെരഞ്ഞെടുപ്പിൽ BJP അവിടെ രണ്ടാം സ്ഥാനത്താണ്. 1982-ൽ, അതായത് ഏകദേശം 43 വർഷമായിട്ട് രണ്ടാം സ്ഥാനത്താണ്. ഇന്ത്യയിൽ അന്ന് വേറെ ഏതെങ്കിലും മണ്ഡലത്തിൽ അങ്ങനെ അത്രയും വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. ഇപ്പം അവർ ഭരിക്കുന്ന UP-യിലോ നരേന്ദ്രമോദിയുടെ ഗുജറാത്തിലോ ഒന്നും അവർ ഒരു മണ്ഡലത്തിൽ പോലും രണ്ടാം സ്ഥാനത്ത് നിർത്തിക്കാണോന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് തൊട്ട് കേരളത്തിൽ BJP രണ്ടാം സ്ഥാനത്ത് വരുന്ന മണ്ഡലങ്ങളിലൊന്നാണ്. കേരളത്തിൽ നല്ല ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ അപൂർവമായി ആ സ്ഥാനത്ത് വരുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കാസർഗോഡ് മണ്ഡലം. 96-ലെ തെരഞ്ഞെടുപ്പിൽ കേവലം 3000 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് അവർ പരാജയപ്പെടുന്നതെന്ന് കൂടി ശ്രദ്ധിക്കണം. CPMന് കിട്ടുന്ന വോട്ടെന്ന് പറയുന്നത് അവിടെ കാസർഗോഡ് മണ്ഡലത്തിൽ 1-ാം സ്ഥാനത്ത് മുസ്ലിം ലീഗ് വരുന്നു, 2-ാം സ്ഥാനത്ത് BJP വരുന്നു, 3-ാം സ്ഥാനത്ത് വരുന്ന CPMന് BJPക്ക് കിട്ടുന്ന വോട്ടിൻ്റെ പകുതി വോട്ട് പോലും കിട്ടുന്നുമില്ല. അതായത് തീർത്തും CPM അപ്രസക്തമായ കേരളത്തിലെ ഏക മണ്ഡലം എന്ന് പറയുന്ന ഒരു മണ്ഡലമാണ് കാസർഗോഡ് മണ്ഡലം. കഴിഞ്ഞ 48 വർഷക്കാലത്തിനിടയിൽ ഒരു രീതിയിലും കേരളത്തിലെ വേറെ ഒരു മണ്ഡലത്തിനും ഇല്ലാത്ത പോലെ CPM എന്ന് പറയുന്ന പാർട്ടി അവിടെ അപ്രസക്തമാണ്. സംഘടനാ സംവിധാനം ഉണ്ടോയെന്ന് പോലും എനിക്ക് സംശയമാണ്. ആ മണ്ഡലത്തിൽ ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന പേരുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് അഴീക്കോട് നിന്ന് 2011-ലും 2016-ലും മത്സരിച്ച് വിജയിക്കുകയും 2016-ൽ നികേഷ് കുമാറിനെ പരാജയപ്പെടുത്തി 2021-ൽ KV സുമേഷിനോട് പരാജയപ്പെടുകയും ചെയ്ത വയനാട് നിന്നുള്ള KM ഷാജിയുടെ പേരോട് ഉയർന്നു കേൾക്കുന്നുണ്ട്. പ്രാദേശികമായിട്ടും സംസ്ഥാന തലത്തിലുള്ള മറ്റു പല നേതാക്കന്മാരുടെയും കൂട്ടത്തിൽ. പക്ഷേ ഒരു പടി മുമ്പിൽ KM ഷാജിയുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇനി ഇവിടെ പോയിട്ട് അഴീക്കോട് പോയി നിന്നിട്ട് കാര്യമില്ല. അഴീക്കോട് പോയി അത് സുമേഷിൻ്റെ കയ്യിൽ ഭദ്രമായി ആ മണ്ഡലം. സുമേഷിനെ എതിരിടാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെയും UDFന് നിർത്താൻ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം സൗമ്യനായ ചെറുപ്പക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത് നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത്
മഞ്ചേശ്വരത്തേക്ക് പോകാം. മഞ്ചേശ്വരവും കാസർഗോഡിൻ്റെ സമാന സ്വഭാവം വെച്ച് പുലർത്തുന്ന മണ്ഡലമാണ്. 57 അവിടെ നിന്ന് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചത് ഉമേഷ് റാവു ആണ് സ്വതന്ത്രനായിട്ട്. അത് കഴിഞ്ഞിട്ട് മഹാബലി ഭണ്ഡാരി മത്സരിച്ച് വിജയിക്കുന്നു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട്. പിന്നീടും സ്വതന്ത്രൻ അവിടെ നിന്ന് വരുന്നു. അതേപോലെ തന്നെ 70-ലും 72-ലും 27-ലും അവിടെ നിന്ന് CPM വിജയിക്കുന്നു. 87 തൊട്ട് 2001 വരെയുള്ള 19 വർഷക്കാലം തുടർച്ചയായി അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചത് ചെർക്കള അബ്ദുള്ളയാണ്. അദ്ദേഹം മുൻ മന്ത്രിയായിരുന്നു. അദ്ദേഹം അത്യാവശ്യം ദുഷ്പേരൊക്കെ അവസാന കാലഘട്ടത്തിൽ കേൾപ്പിച്ചിട്ടുണ്ട്. അത് നിരന്തരമായിട്ട് തെരഞ്ഞെടുപ്പുകളിൽ അന്നൊക്കെ കോൺഗ്രസിലെ പോലെ തന്നെയാണ്. ഒരു വട്ടം MLA ആയി കഴിഞ്ഞാൽ പിന്നെ ചാവുന്നിടം വരെ MLA MP ആയിട്ടിരിക്കാം, അല്ലെങ്കിൽ തോക്കണം. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അങ്ങനെ പിന്നീടാണ് ഈ CPM-നെ പോലെ CPI പോലെയൊക്കെ ഇത്ര ടൈം വരെ ആകാം എന്നൊരു നിബന്ധന ലീഗിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ബാധകമല്ലാത്തത് കുഞ്ഞാലിക്കുട്ടിക്കും ET മുഹമ്മദ് ബഷീറിനും മാത്രമാണ്. 2006 അവിടെ പിന്നെ CH കുഞ്ഞമ്പു അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ CPM 2ാം സ്ഥാനത്തെത്തുകയും BJP 3ാം സ്ഥാനത്തെത്തുകയും ചെയ്തിരുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ 2006 തെരഞ്ഞെടുപ്പിൽ അവിടെ പ്രത്യേകിച്ചും ചെർക്കള അബ്ദുള്ളയ്ക്കെതിരായിട്ടുള്ള ഉണ്ടാക്കി വെച്ച ചില കുഴപ്പങ്ങളുടെ ഭാഗമായിട്ടുള്ള ട്രെൻഡ് ഉണ്ടായിരുന്നു. അത് യൂസ് ചെയ്തിട്ട് ഇപ്പോഴത്തെ ഉദുമ MLA ആയിട്ടുള്ള CH കുഞ്ഞമ്പ് 2006 അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു. എന്തായിരുന്നാലും CH കുഞ്ഞമ്പ് പിന്നീട് അവിടെ നിന്ന് ജയിച്ചിട്ടില്ല. നമ്മുടെ K സുരേന്ദ്രൻ കേവലം 89 വോട്ടിനാണ് 2016 അവിടെ പിന്നെ ഇദ്ദേഹത്തോട് PB അബ്ദുൾ റസാഖിനോട് മത്സരിച്ച് പരാജയപ്പെടുന്നത്. PB അബ്ദുൾ റസാഖ് അന്ന് ജയിക്കുമ്പം അന്ന് K സുരേന്ദ്രൻ 89 വോട്ടിന് തോറ്റപ്പം K സുരേന്ദ്രൻ പിന്നെ കേസുമായിട്ട് മുന്നോട്ട് പോവുകയും റിസൾട്ട് പുനഃപരിശോധിക്കണമെന്നും റീകൗണ്ടിങ്ങും വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തണമെന്നും ഇരട്ട വോട്ടിങ് നടന്നിട്ടുണ്ടെന്നുള്ള ആക്ഷേപമായിട്ട് ഇത്തരം തെരഞ്ഞെടുപ്പ് കേസുകളിലേക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നീങ്ങിയ ആദ്യത്തെ കേസാണത്. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് ഇദ്ദേഹം PB അബ്ദുൾ റസാഖ് മരണപ്പെട്ട സ്ഥിതിക്ക് അവിടെ ആ കേസ് പിന്നീട് ഒരു മാനുഷിക പരിഗണന വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തതെന്ന് പിന്നീട് K സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. മരണപ്പെട്ട ഒരാൾ എന്ന രീതിയിൽ പിന്നീട് അദ്ദേഹം വിജയമായിട്ട് പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ പിന്നീട് ബൈ ഇലക്ഷനിലേക്ക് പോകുന്നതിനകത്ത് അർത്ഥമില്ല. മരണപ്പെട്ടുള്ള പിന്നെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അങ്ങനെ 2019 അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് K സുരേന്ദ്രൻ 19 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് 2021 K സുരേന്ദ്രൻ അവിടെ നിന്ന് വീണ്ടും മത്സരിക്കുന്നു. 2021 K സുരേന്ദ്രന് വേണമെങ്കിൽ അവിടെ വിജയിക്കാമായിരുന്നു. അന്ന് AK അഷ്റഫ് എന്ന് പറയുന്ന യൂത്ത് ലീഗിൻ്റെ ഭാരവാഹിയാണ് മത്സരിച്ച് വിജയിച്ചത്. അന്ന് അദ്ദേഹം 845 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിക്കുന്നത്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ BJPക്ക് പറ്റിയൊരു അബദ്ധം, BJP ശബരിമല വിഷയം കൂടെ കത്തി നിൽക്കുന്ന സമയമായതുകൊണ്ട് ഇവിടെയും കൊണ്ടുപോയി നിർത്തി. ഇയാളെ കോന്നിയിലും കൊണ്ടുപോയി നിർത്തി. 2 സീറ്റിൽ കേരളത്തിൽ അതിനു മുമ്പ് മത്സരിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്ന ആകെ K കരുണാകരനാണ്. നേമത്തും പിന്നെ നമ്മുടെ മാളയിലും കൂടെ നിന്നത്. അങ്ങനെ ഈ ഇരട്ട മത്സരം സംസ്ഥാനത്താകെ പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ. ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്നു. ഇതെല്ലാം കൂടെ ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കി വെച്ചു എന്നുള്ളതാണ്. ഇപ്പം ലോക്സഭയിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇപ്പം 2 മണ്ഡലത്തിൽ മത്സരിച്ചെന്ന് പറഞ്ഞാൽ ഒന്ന് അവിടെയാണ്, റായ്ബറേലിയാണ്, ഒന്നുകൂടെ വയനാട്ടിൽ ഈസി വാക്ക് ഓവർ കിട്ടുന്ന സ്ഥലമാണ്. അപ്പം അതുപോലെയുള്ളതല്ല മറ്റേത് ഒരു സ്റ്റേറ്റിൽ തന്നെ 2 മണ്ഡലത്തിൽ മത്സരിച്ചപ്പം BJPക്കകത്ത് പിന്നെ ഒരു ഭരണവും ഇല്ല, ഒന്നുമില്ല, സംഭവം ഇല്ലെങ്കിലും ഗ്രൂപ്പിസത്തിൽ ഏറ്റവും കൂടുതൽ മുമ്പിൽ നിൽക്കുന്ന പാർട്ടി. ഞാൻ എപ്പോഴും ചിന്തിക്കും CPM-നെയും UDF-നെയൊക്കെ പോലെ അവർ അധികാരത്തിലെത്തിയാലുള്ള സ്ഥിതി എന്തായിരിക്കും, എന്നും അടിയായിരിക്കും. മന്ത്രിസഭ യോഗം കൂടുമ്പോൾ തന്നെ വേണമെങ്കിൽ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി അടിക്കും, റവന്യൂ മന്ത്രി ആഭ്യന്തരമന്ത്രി അടിക്കും. അതായിരിക്കും സ്ഥിതി. അടുത്ത് നമ്മൾ കാഞ്ഞങ്ങാട് മണ്ഡലത്തിലേക്ക് എത്താം. കാഞ്ഞങ്ങാട് മണ്ഡലത്തിലെത്തുമ്പോഴും 57 തൊട്ടുള്ളതാണ്. മാറിയും മറിഞ്ഞും പോയിക്കൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ്. എന്നാൽ 91 തൊട്ട് ആ മണ്ഡലം ഇടതുപക്ഷ കോട്ടയായിട്ട് മാറിയിട്ടുണ്ട്. 91, 96, 2001, 2006, 2011, 2016, 2021 തുടർച്ചയായിട്ട് 7 തവണയായിട്ട് അവിടെ CPIയുടെ സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. 2016 അവിടെ നിന്ന് ചന്ദ്രശേഖരൻ മത്സരിച്ചു. പിണറായി മന്ത്രിസഭയിലും റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നു. കാരണം നിയമസഭാ കക്ഷി നേതാവായിരുന്നു CPIയുടെ. അത് കഴിഞ്ഞിട്ട് പിന്നീട് 2021 അദ്ദേഹം വീണ്ടും മത്സരിച്ചെങ്കിലും MLA സ്ഥാനം 2 ടൈം ആക്കിയതുപോലെ മന്ത്രിസ്ഥാനം 1 ടൈം ആക്കി. അതുകൊണ്ടാണ് 2016 നിയമസഭയിൽ C ദിവാകരനെ പോലെ സീനിയറായ നേതാവ് ഉണ്ടായിട്ടും അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കാതിരുന്നത്. അത് മാത്രമല്ല ഈ 2 തെരഞ്ഞെടുപ്പുകളിലായിട്ട് അദ്ദേഹത്തിന് അവിടെ നല്ല ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. ഇടതുപക്ഷ കോട്ടയായി മാറി. ഒരു വട്ടം 26,000 കിട്ടിയെങ്കിൽ 2021 27,000 വർദ്ധിപ്പിച്ചു. ഉദുമ നിയമസഭാ മണ്ഡലമാണ്. ഉദുമ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നതും 57 തൊട്ട് 87 വരെയുള്ള ദീർഘമായ 30 വർഷക്കാലത്തോളം അവിടെ മാറിയും മറിഞ്ഞും ഇരുകൂട്ടരും മാറിയും മറിഞ്ഞും ഒക്കെ ജയിച്ചിട്ടുണ്ട്. 91 അവിടെ CPM പിന്നെ മത്സരിച്ച് വിജയിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ചത് CH കുഞ്ഞമ്പു ആണ്. പിന്നെ 2006 മഞ്ചേശ്വരത്ത് നിന്ന് മത്സരിച്ച് വിജയിച്ചു എന്ന് പറയുന്ന CH കുഞ്ഞമ്പു ഇപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ടെന്ന് തോന്നുന്നു.
CH കുഞ്ഞമ്പുമാണ് മത്സരിച്ച് ജയിച്ചത്. അദ്ദേഹത്തിനെതിരെ മത്സരിച്ചത് ബാലകൃഷ്ണൻ പെരിയയാണ്. മാധ്യമരംഗത്തുള്ള വ്യക്തിയാണ് ഇപ്പം. ബാലകൃഷ്ണൻ പെരിയ പക്ഷേ അദ്ദേഹം ഇപ്പോൾ കുറെ കാലമായിട്ട് എറണാകുളത്തായതുകൊണ്ട് പക്ഷേ ഇപ്രാവശ്യം എറണാകുളം ജില്ലയിൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ആവാൻ സാധ്യത എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്കറിയില്ല. ഇടക്കാലത്ത് അദ്ദേഹത്തിനെതിരെ കോൺഗ്രസ് ചില നടപടിയൊക്കെ എടുത്തെങ്കിലും ഇപ്പോൾ പിൻവലിച്ചു എന്നും പറഞ്ഞു കേൾക്കുന്നു. എത്രത്തോളം യാഥാർത്ഥ്യം ഉണ്ടെന്നുള്ള ഫാക്ട് ചെക്കിങ് നടത്താൻ പറ്റിയില്ല. 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം അവിടെ നിന്ന് CH കുഞ്ഞമ്പു ബാലകൃഷ്ണൻ പെരിയെ പരാജയപ്പെടുത്തുന്നത്. അവിടെ കെ സുധാകരൻ അതിനു മുമ്പ് 2016 മത്സരിച്ച് പരാജയപ്പെട്ടാണ്. കെ സുധാകരന് മത്സരിച്ച് അന്ന് ഭരണം കിട്ടുകയാണെങ്കിൽ മന്ത്രിയാവണം എന്നുള്ള ആഗ്രഹത്തിലൊക്കെ പുള്ളി വാശി പിടിച്ചു പോയി മത്സരിച്ചതാണ്. രാജ്ഭവൻ ഉണ്ണിത്താന സീറ്റിൽ നിന്ന് മത്സരിക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പുള്ളിയുടെ നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞ പോലെ തന്നെ പുള്ളിയുടെ ജാതകത്തിൽ എഴുതിയിട്ടുണ്ട് മന്ത്രിയാവുമെന്ന്. അപ്പം അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ സിറ്റിംഗ് എംപിമാരെ ഒന്നും നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാൻ തൽക്കാലം കോൺഗ്രസ് സാധ്യതയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ വിഷയമുണ്ട് അവിടെ. 2016 കിട്ടിയതിനേക്കാൾ കേരളത്തിൽ വ്യാപകമായി BJPക്ക് എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് വർദ്ധിച്ചപ്പം 2016 1000 വോട്ട് 2021 അവർക്കോട് കുറയുകയും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ തൃക്കരിപ്പൂരാണ് അവസാനമായിട്ടുള്ള മണ്ഡലം. തൃക്കരിപ്പൂരിലേക്ക് എത്തുമ്പോൾ 5ാമത്തെ മണ്ഡലമാണ്. 57 കേരളത്തിന്റെ ആദ്യത്തെ ഐക്യകേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാടിന്റെ മണ്ഡലമാണ് തൃക്കരിപ്പൂര്. തൃക്കരിപ്പൂര് മണ്ഡലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി തൃക്കരിപ്പൂര് മണ്ഡലംകാരനായിരുന്നു. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽപ്പെട്ട അദ്ദേഹം മത്സരിച്ച് വിജയിച്ചു തൃക്കരിപ്പൂരിൽ നിന്നാണ്. അങ്ങനെ മുഖ്യമന്ത്രിയായി. അത് മാത്രമല്ല ഒരേ മണ്ഡലത്തിൽ നിന്ന് ഇപ്പോൾ 2 തവണ മത്സരിച്ച് മുഖ്യമന്ത്രിമാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇദ്ദേഹം തന്നെ പിണറായി തന്നെ പല മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് മുഖ്യമന്ത്രിമാരായ ആളുണ്ട്. ആന്റണി ചേർത്തലയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്, തിരുരങ്ങാടിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെയുണ്ട്. പക്ഷേ തൃക്കരിപ്പൂരിൽ നിന്ന് 2 മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ഒന്ന് 57 ഇദ്ദേഹം ജയിച്ചു. അതേപോലെ തന്നെ 87 നായനാർ അദ്ദേഹം 2ാം തവണ മുഖ്യമന്ത്രി ആവുന്ന സമയത്ത് 80 ആദ്യം മുഖ്യമന്ത്രി ആവുന്നത്. പിന്നീട് 82 കരുണാകരൻ വരുന്നത് കഴിഞ്ഞിട്ട് 87 മുഖ്യമന്ത്രി ആകുമ്പോൾ തൃക്കരിപ്പൂരിൽ നിന്നാണ് നായനാർ മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത്. 91 നായനാർ വീണ്ടും അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു, പ്രതിപക്ഷ നേതാവാകുന്നു. 82 സാക്ഷാൽ ഓവരതൻ സഖാവ് നമ്മുടെ വടകരയിൽ നിന്ന് ഇടക്കാലത്ത് MP ആയിട്ടുള്ള പിന്നെ ഇവരുടെ ഈ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായിട്ട് വെട്ടി നടത്തപ്പെട്ട മാതൃകാ കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന ഭരതൻ സഖാവ് അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. ഇപ്പം 2016 21 അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചത് CPM-ന്റെ രാജഗോപാലാണ്. ഈ മണ്ഡലത്തിന്റെ പ്രത്യേകത അത് CPM-ന്റെ കോട്ടയാണ്. മഞ്ചേശ്വരത്ത് ശക്തമായ മത്സരം നടക്കുകയും കുറഞ്ഞ വോട്ടുകൾക്ക് BJP പരാജയപ്പെടുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലും സാക്ഷാൽ K സുരേന്ദ്രൻ വന്നാൽ നല്ല ഫൈറ്റോടെ നടക്കാം. അതല്ല വേറെ സ്ഥാനാർത്ഥിയാണെങ്കിൽ അഷ്റഫ് അവിടെ ഈസി ആയിട്ട് ജയിച്ചു പോരും എന്നുള്ളതാണ് അവിടുത്തെ ഒരു സ്ഥിതി. കാസർഗോഡ് ലീഗ് നിലനിർത്തും എന്നുള്ളിടത്താണ് അവിടുത്തെ ഒരു സ്ഥിതി. ബാക്കിയുള്ള 3 മണ്ഡലങ്ങളിലും സ്റ്റാറ്റസ് കോ നിലനിൽക്കും. CPM-നും അല്ലെങ്കിൽ CPI-ക്കും വലിയ ഭീഷണി ഇല്ലാത്ത രീതിയിലാണ് മണ്ഡല പുനഃക്രമീകരണം നടന്നിരിക്കുന്നത്. അതിനർത്ഥം മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ വരികയാണ് എന്നുണ്ടെങ്കിൽ മാത്രം ഒരു ശക്തമായ മത്സരം ഉണ്ടാവുകയും പ്രവചനാതീതമായ മത്സരം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇല്ലെങ്കിൽ നിലവിലെ സാഹചര്യങ്ങളിൽ ഇനിയിപ്പോൾ തൃക്കരിപ്പൂര് പോലും പുതിയൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാൽ രാജഗോപാൽ 2 ടൈം എന്നുള്ള സ്ഥിതിക്ക് മാറ്റി നിർത്തി പുതിയൊരാളെ കൊണ്ടുവന്നാൽ ആരെ കൊണ്ടു നിർത്തിയാലും അവർക്ക് ജയിപ്പിക്കാൻ പറ്റുന്ന സ്ഥിതിയുണ്ട് എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അതേപോലെ ഉദുമയിൽ ഒരുപക്ഷെ CH കുഞ്ഞമ്പ് വീണ്ടും മത്സരിച്ച് വിജയിക്കുകയും LDF അധികാരത്തിൽ വരികയും ചെയ്താൽ അദ്ദേഹത്തെ മന്ത്രിയാക്കാനുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ സതീഷ് ചന്ദ്രനെ ഒരുപക്ഷെ തൃക്കരിപ്പൂരിൽ നിന്ന് മുമ്പ് MLA ആയിരുന്ന സതീഷ് ചന്ദ്രനെ അവിടെ നിർത്തി മത്സരിപ്പിച്ച് വിജയിപ്പിച്ചിട്ട് മന്ത്രിയാക്കാനുള്ള സാധ്യതയും LDF അധികാരത്തിൽ വന്നാൽ അങ്ങനെയും നിലനിൽക്കുന്നു. ഇതാണിപ്പം ജില്ലയ്ക്കകത്തുള്ള അവസ്ഥ. നമുക്കിനിയിപ്പോൾ എനിക്ക് തോന്നുന്നു 2-3 മാസത്തിന് ശേഷം വീണ്ടും മണ്ഡലങ്ങളുടെ പുനരവലോകനം അപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് നടത്താം. അതായിരിക്കും നല്ലതെന്ന് വിശ്വസിക്കുന്നു.